സ്വഹീഹ് മുസ്ലിമിലാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ് പറയുന്നത്, മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅ, ആരെങ്കിലും ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രി പകുതി വരെ ഖിയാം നടത്തിയവനെ പോലെയാണ്, പകുതി വരെ നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, ആരെങ്കിലും സുബ്ഹ് ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, അവൻ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ്, ഖിയാം നടത്തിയവനെ പോലെയാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, മൻ സ്വല്ലൽ മഗ്രിബ വൽ ഇശാ, ആരെങ്കിലും മഗ്രിബും ഇശായും നിസ്കരിച്ചു ഫീ ജമാഅത്തിൻ ഹത്താ യൻഖദിയ ശഹ്റു റമളാൻ, റമളാൻ തീരും വരെ മഗ്രിബും ഇശായും ജമാഅത്തായി നിസ്കരിച്ചു, റമളാൻ തീരും വരെ ആരെങ്കിലും മഗ്രിബും ഇശായും ജമാഅത്തായി നിസ്കരിച്ചു, ഫഖദ് അഖദ മിൻ ലൈലത്തുൽ ഖദ്രി ബിഹദ്ദിൻ വാഫിർ, അവനിക്ക് ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നല്ല ഒരു സൗഭാഗ്യം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. റമളാൻ മാസം മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. കാരണം മഗ്രിബും ഇശാവും രാത്രിയാണല്ലോ, രാത്രി എന്ന് പറഞ്ഞാൽ മഗ്രിബോടെ തുടങ്ങി. ഇപ്പം മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ച് മുഴുവൻ റമളാൻ നിസ്കരിച്ചാൽ തന്നെ മിക്കവാറും അവനക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടും. ലൈലത്തുൽ ഖദ്റിൽ നിന്ന് ബിഹദ്ദിൻ വാഫിർ, വലിയ ഒരു ഓഹരി കിട്ടുമെന്ന് ഉറപ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് എങ്ങനെയുണ്ട്, മൻ ഷഹിദൽ ഇശാഅൽ ആഖിറത ഫീ ജമാഅത്തിൻ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ഇശാകൾക്ക് ആരെങ്കിലും എത്തിയാൽ, റമളാനിന്റെ അവസാനത്തെ 10 ഇശാകൾ ആരെങ്കിലും ജമാഅത്തായി നിർവഹിച്ചാൽ ഫഖദ് അദ്റക ലൈലത്തുൽ ഖദ്ർ, അവനിക്കും ലൈലത്തുൽ ഖദ്ർ കിട്ടും. രാത്രിയല്ലേ, മഗ്രിബ് മുതൽ ആരംഭിക്കുമല്ലോ. അതുകൊണ്ട് ഈ നിസ്കാരങ്ങൾ തന്നെ ജമാഅത്തായി നിർവഹിക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ അവനിക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന പുണ്യരാവിനെ പ്രാപിക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 10 നാളുകളെ, ഇനി അവശേഷിക്കുന്ന 5 നാളുകളെയും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പരമാവധി നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുക, സ്വതക്കയെ നമ്മൾ അധികരിപ്പിക്കുക. 83 വർഷത്തിലേറെ പ്രവർത്തനം ചെയ്താൽ അതിനേക്കാൾ വലിയ കൂലിയാണ് ഈ ഒരു രാത്രി കൊണ്ട് കിട്ടാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 83 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരിക്കുന്ന കൂലിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ കിട്ടാൻ പോകുന്നത്. അത്ര വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് തഹജ്ജുദും ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനയും നമ്മൾ മുടക്കാതിരിക്കുക, മുടങ്ങാതെ നിർവഹിക്കുക. ദിക്റുകൾ, ഖുർആൻ പാരായണം എല്ലാം അധികരിപ്പിക്കുക. ദുആ നന്നായി നടത്തുക. ആയിഷ ബീവിയോട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്, ലൈലത്തുൽ ഖദ്ർ എന്ന് കേട്ടാൽ മനസ്സിലായാൽ എന്താണ് നബിയേ ഞാൻ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ദുആ ചെയ്യാനാ റസൂലുള്ളാഹി പറഞ്ഞത്. ആയിഷ നീ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നോ, റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, പടച്ചവനെ നീ മാപ്പ് നൽകുന്നവനല്ലോ, മാപ്പ് നൽകുന്ന നിനക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് എനിക്കും മാപ്പ് ചെയ്യണം അല്ലാഹ്. ദുആ അധികരിപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദുആഉ ഫീ തിൽക്കൽ ലൈല അഹബ്ബു ഇലയ്യ മിനസ്സലാത്ത്. ഖദ്റിന്റെ രാത്രിയായാൽ എനിക്ക് ഏറെ ഇഷ്ടം, നിസ്കാരത്തെക്കാൾ ഇഷ്ടം ദുആ ചെയ്യലാണ്. ഖദ്റിന്റെ രാത്രിയിൽ നിസ്കാരത്തെക്കാളും എനിക്ക് ഇഷ്ടം ദുആ ചെയ്യാനാണ്. കാരണം ദുആ ഇരിക്കാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ലൈലത്തുൽ ഖദ്റാണെന്നറിഞ്ഞാൽ എന്ത് വേണം നബിയെ, എന്ത് പറയണം? നീ ഖുർആൻ ഓതിക്കോന്നല്ല, നീ ദിക്ർ ചൊല്ലിക്കോന്നല്ല, പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അതായത് ഈ രാത്രിയിൽ നിസ്കാരം അധികരിപ്പിക്കലിനേക്കാളും നല്ലത് ദുആ അധികരിപ്പിക്കലാണ്.
അതല്ലെങ്കിൽ ദുആയുള്ള നിസ്കാരങ്ങൾ അധികരിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. നല്ലോണം ദുആ വരുന്ന, ദുആ ചെയ്തുകൊണ്ടുള്ള നിസ്കാരങ്ങൾ ഇതധികരിപ്പിക്കലാണ് ഈ പുണ്യരാവിൽ നല്ലത് എന്ന് മഹാനായ സുഫിയാനു തൗരി റഹിമഹുല്ലാഹ് ഖുർആൻ ഓതി നല്ലോണം ദുആക്കുകയും ചെയ്തു. നല്ല കാര്യം, ദുആയാണ് അധികരിപ്പിക്കേണ്ടത് എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒറ്റയിട്ട രാത്രികളിൽ മാത്രം നമ്മളിതിനെ പരിമിതപ്പെടുത്തേണ്ട. ഇനിയുള്ള സമയമെങ്കിലും ഹദീസ് പരിശോധിച്ചാൽ അറബികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ 15 ദിവസം കഴിഞ്ഞാൽ, 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 16-ാം തീയതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ആ മാസത്തിൽ നിന്ന് ബാക്കിയുള്ള 14, ബാക്കിയുള്ള 13, ബാക്കിയുള്ള 10 എന്ന രീതിയിലാണ് അറബികൾ അതേക്കുറിച്ച് പറയുക. നമ്മൾ 17-ാം തീയതിന്നോ 21-ാം തീയതി എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് ഇട്ട് നമ്മൾ 21 എന്ന് പറയാം. അറബികൾ അങ്ങനെയല്ല. റമദാനിൽ നിന്ന് ബാക്കിയുള്ള 9-ാമത്തെ ദിവസം, അപ്പോൾ 29 ആകുമ്പോൾ 20 രാത്രി ആയിരിക്കും. അപ്പോൾ അല്ലേ, 29 ഉണ്ടെങ്കിൽ ആ 9-ാമത്തത് അവസാനത്തത് കൂട്ടുമ്പോൾ 9-ാമത്തത് മാറും. 30 ആണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്ന പോലെ 21 ആകും. ഹദീസിലൊക്കെ ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഇങ്ങനെയാണ്. അത് അറബികൾക്കുള്ളൊരു സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കൃത്യമായി 21-ാം രാവ് നമ്മൾ കണക്കാക്കുന്ന 23-ാം രാവ് എന്നുറപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല നമ്മൾ എടുക്കുന്നതോ മാസം നമ്മൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതും ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. മാത്രവുമല്ല അതിനപ്പുറത്ത് ഇങ്ങനെ അവസാനത്തിൽ നിന്ന് കൂട്ടി നോക്കുമ്പോൾ ഒറ്റകിട്ട രാവുകൾ പരസ്പരം മാറും എന്നുള്ളത് കൊണ്ട് എല്ലാ രാത്രികളെയും നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദീസിൽ എങ്ങനെയുണ്ട്? ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാന്റെ അവസാനത്തെ 10-ൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തേടിക്കോളിൻ. ഫീ താസിഅത്തിൻ തബഖാ, ഫീ താസിഅത്തിൻ തബഖാ, അവശേഷിക്കുന്ന 9-ാമത്തതിൽ തേടിക്കോളിൻ. ബാക്കിയുള്ള 9-ാമത്തെ അവസാനത്തിൽ നിന്ന് 9 കൂട്ടണം. വഫീ സാബിഅത്തിൻ തബഖാ, 7-ാമത്തത് ശേഷിക്കുന്ന 7-ാമത്തത് തേടിക്കോളിൻ. വഫീ ഖാമിസത്തിൻ തബഖാ, ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അവസാനത്ത് നോക്കുമ്പോൾ 29-ാമത്തെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതങ്ങോട്ടും ഇങ്ങോട്ടും 29, 30 ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട 10-നെ മുഴുവനായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. മാത്രവുമല്ല എല്ലാത്തിലും ഉപരിയായി നമ്മളും റബ്ബുമൊത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങൾ ഈ അവസാനത്തെ 10-ലുണ്ടാവണം. ആളുകൾക്ക് മുമ്പിലില്ല. നമ്മുടെ റബ്ബിനോടൊത്ത് കുറേ സമയം, അല്ലാഹുമൊത്ത് കുറേ സമയം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇന്നിങ്ങനെ വെറുതെ ചൊല്ലിയാൽ പോരാ. ആ റബ്ബ് കൂടെയുള്ള സമയങ്ങൾ ഉണ്ടാവണം. റബ്ബ് മൊത്തൊരുപാട് സമയം കഴിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിക്കണം. നിന്റെ അഫവ് കിട്ടാതെ, അള്ളാഹുവേ നിന്റെ അഫവ് കിട്ടാതെ, നിന്റെ നരകത്തിൽ നിന്ന് മോചനം കിട്ടാതെ ഞാൻ ഈ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകില്ല എന്ന വിധം പള്ളിയിൽ നമ്മൾ ഈത്തിക്കാഫിരിക്കണം. അധികരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം ഈത്തിക്കാഫ്. നമ്മൾ ഖിയാമുൽ ലൈലിൽ വരും, ഖുർആനോടും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട റസൂലുള്ള ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈത്തിക്കാഫ്. പള്ളിയിൽ പചരമിരിക്കുക, അല്ലാഹുമൊത്തിരിക്കുക, റബ്ബിന് വേണ്ടി ഇരിക്കുക. അത് വളരെ പുണ്യമുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ കൂടെ എന്ന് പടച്ചോനെ എനിക്ക് അഫവ് കിട്ടാതെ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാതെ നിന്റെ ഈ പള്ളിയിൽ നിന്ന് ഞാൻ പോകില്ല എന്ന് പറയുന്ന വിധം റബ്ബുമൊത്ത് കൂടിയിരിക്കുക നമുക്കുണ്ടാകേണ്ട കാര്യമാണ്. അങ്ങനെയാണ് മഹാന്മാർ വിശദീകരിച്ചത്. അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പള്ളിയിൽ ഇത്തികാഫിന് വേണ്ടി ഇരിക്കുന്നവൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നേടാൻ വേണ്ടി പോയവനെ പോലെയാണ്. രാജാവിൻ്റെയോ അല്ലെങ്കിൽ നാട് ഭരിക്കുന്നവരുടെയോ വാതിൽക്കൽ ചെന്ന് പോയിരിക്കുകയാണ്. അവൻ പറയുന്നു, ലാ അബ്റഹ് ഹത്താ തഖ്ളിയ ഹാജതി, എൻ്റെ ആവശ്യം വീട്ടിൽ തരും വരെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. എൻ്റെ ആവശ്യം റബ്ബിനോട് വാശി പിടിക്കണം, അള്ളാഹുവോട് നിർബന്ധം പിടിക്കണം. പടച്ചോനെ കിട്ടിയേ പറ്റൂ. ചോദിച്ചു നോക്കിയേ, അള്ളാഹ് തരും, അള്ളാഹു തരാതിരിക്കില്ല. അതുപോലെയാണ്
അള്ളാഹുവിന്റെ ഭവനത്തിൽ ഭജനമിരിക്കുന്ന, അവിടെ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ അവരും പറയുന്ന റബ്ബിനോട് ലാ അബ്റഹ് ഹത്താ യുഗ്ഫറ ലീ, എനിക്ക് ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും വരെ ഞാനിവിടെ എഴുന്നേറ്റ് പോകില്ല എന്നർത്ഥം വരുന്ന വിധം റബ്ബുമൊത്ത് അള്ളാഹുമൊത്ത് ഇരിക്കാൻ നമുക്ക് ആവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്കൊരു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നില്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നില്ലേ? ഒരു ഉമ്മത്ത് എന്ന നിലയിൽ ഈ ഉമ്മത്തിന് ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്. അതൊക്കെ റബ്ബിനോട് പറയണം. ഭരണാധികാരികൾ, നാട് ഭരിക്കുന്നവർ നമ്മെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവോട് പറയണം. രാജാതിരാജനായ റബ്ബിനോട് പറയണം. റബ്ബിനോട് സങ്കടപ്പെട്ട് പറഞ്ഞു നോക്കൂ. 4 ആൾ കൂടുമ്പോൾ ഇമാമ് ദുആ മാത്രം ആമീൻ പറയലില്ല. നമ്മുടെ മനസ്സിൽ വിഷമുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പറയും. അതുപോലെ റബ്ബിനോട് പറയണം. വ്യക്തിപരമായ ആവശ്യങ്ങൾ നേടാൻ നമ്മൾ സർവോപരി ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം അള്ളാഹു നമുക്ക് ഇഅ്തിഖ് നൽകണം, നരകമോചനം തരണം. വരുന്ന ദിവസങ്ങൾ അതിനു വേണ്ടിയെങ്കിലും എനിക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, അത്തരം വിശ്വാസികൾ ഞങ്ങളെ എല്ലാവരെയും നീ ചേർക്കണം അല്ലാ. അത്രയും പരിപാവനമായ, ഏറെ പരിശുദ്ധമായ ദിവസങ്ങളാണ് പ്രിയമുള്ളവരെ മുഅ്മിനീങ്ങളെ നമുക്ക് കടന്നു വന്നിരിക്കുന്നത്. അള്ളാഹുവേ, നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കല്ല അല്ലാ. വആഖിറുഹു ഇത്ഖും മിനന്നാർ. അവസാനത്തെ 10 നരകമോചനത്തിൻ്റെ 10 സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല മരണത്തിൻ്റെ അസുഖത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മഹാനവറുകൾ കരയുകയാണ്. ആരോ ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്താണ് കരയാനുള്ള കാരണം? മരിച്ചു പോവുകയാണ് എന്ന പേടി കൊണ്ടാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ അന്നീ ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി. ഞാൻ നിങ്ങൾ വിചാരിക്കണ പോലെ നിങ്ങളെ ദുനിയാവിന് വേണ്ടിയൊന്നുമല്ല കരയണത്. ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോവാണല്ലോ എന്ന് പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ കരയണത്. വലാകിന്നി അബ്കി അലാ ബുഅദി സഫരി വഖില്ലത്തി സാദി. ആരായി പറയുന്നത്? റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ അഹ്ലു സുഫയിലെ പ്രധാനപ്പെട്ട സ്വഹാബിയായ, പട്ടിണി കിടന്നിട്ട് പലപ്പോഴും ബോധരഹിതനായി വീണിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ എന്നാണ് പേര്. റസൂലുള്ളാഹി വിളിച്ച പേരാണ് അബൂ ഹുറൈറ. കുഞ്ഞിപ്പൂച്ചയുടെ ബാപ്പ എന്നർത്ഥമുള്ള പേര് വിളിക്കപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ആ അബൂ ഹുറൈറയാണ് പറയുന്നത്, നിങ്ങളുടെ ദുന്യാവിനോട് യാത്ര പറഞ്ഞു പോകുന്ന വിഷയത്തിലല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയുന്ന വിഷയം അലാ ബുഅദി സഫരി, എനിക്ക് വരാനുള്ള യാത്ര നീണ്ട യാത്രയാണല്ലോ, വലിയ യാത്രയാണല്ലോ. വഖില്ലത്തി സഫരി, ആ യാത്രക്ക് വേണ്ട പാഥേയമൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ, ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ. ആരായി പറയുന്നത് മുഅ്മിനീങ്ങളെ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലിൻ്റെ സ്വഹാബിയാണ്. അവരൊക്കെ ഒന്നും നേടിയില്ലെന്ന് പറയുമ്പോൾ, അവരൊക്കെ സങ്കടം പറയുമ്പോൾ, ഒന്നും ചെയ്യാത്ത, യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാത്ത നമ്മളെന്താ പറയേണ്ടത്? അലാ ബുഅദി സഫരി വഖില്ലത്തി സാദി. കാര്യമായിട്ടൊന്നും ഒരുക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതോർത്തു പോകുമ്പോഴാണ് ഞാൻ കരയുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും കുറഞ്ഞു പോയിരിക്കുകയാണ്. നമുക്ക് മരിക്കുമല്ലോ എന്ന ചിന്ത പലപ്പോഴും കുറഞ്ഞു പോയിരിക്കുകയാണ്. പാപങ്ങളുടെ ആധിക്യത്താൽ നമ്മുടെ മനസ്സ് കടുത്തു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അള്ളാഹു നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു തആല കഴുകി ശുദ്ധീകരിക്കുമാറാവട്ടെ. അങ്ങനെയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണമല്ലാ.